ഹായ്, വെൽക്കം ബാക്ക്. ലിസ്റ്റിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ രണ്ട് ലിസ്റ്റിനെ കുറിച്ച് നോക്കി, ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ്. നെക്സ്റ്റ് ആണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. സോ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തു ആൻഡ് അതിന് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് നെയിമും കൊടുത്തു. പാരഗ്രാഫിൽ നിന്ന് കോപ്പി ചെയ്യുവാണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിലോട്ടേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ബോഡിയിലുള്ള കണ്ടൻറ്റൊക്കെ റിമൂവ് ചെയ്തു. ഓക്കെ, നമുക്കിനി കുറച്ച് ടേംസ് വേണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കൊടുക്കണം. സോ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൻ്റെ ടേമിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് DT. DT. അപ്പോൾ നമ്മളിവിടെ ഒരു ടേം കൊടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ HTML എന്ന് കൊടുക്കുന്നു. ഓക്കെ, ടേം കൊടുത്തു. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഫോർ ദാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് DD. DD ടാഗ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓർ ഡെഫിനിഷന് റെഫർ ചെയ്യുകയാണ്. അപ്പോൾ ഞാനതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ടേം വന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും വന്നിട്ടുണ്ട്. സോ ഞാൻ അടുത്ത ടേം കൊടുക്കുന്നത് CSS. സോ ടാഗ് DT. CSS അതിന് കൊടുക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷനും കൊടുക്കണം. സോ DD stands for കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടേം ഉണ്ടാകും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കൊടുക്കും. സോ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത്. DT ഫോർ ടേം ആൻഡ് DD ഫോർ കറസ്പോണ്ടിങ് ഡിസ്ക്രിപ്ഷൻ. സോ ഇതാണ് HTML യൂസ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വിധം.